ഞങ്ങളുടെ ഈ വചനം പഠിക്കാനുള്ള ആഗ്രഹത്തെ, ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് അഭിഷേകം ചെയ്യണമേ. നമുക്കൊന്ന് ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഒരിക്കൽ കൂടി ആഗ്രഹിച്ച് പാടാം. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്നലെ പൗലോസ്ലിഹായെ കുറിച്ച് ആമുഖ ഭാഗങ്ങളൊക്കെ പറഞ്ഞു. മാറ്റം വരുന്ന പൗലോസിനെയാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്, ഇല്ലേ? ഏത് വഴിയിലാണ് നമ്മൾ കണ്ടുമുട്ടിയത് അദ്ദേഹത്തെ അവസാനമായിട്ട്? ആ ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ദമാസ്കസിലേക്കുള്ള വഴിയിൽ കണ്ടുമുട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെ മാറ്റങ്ങളാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. ആ വചനഭാഗങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 9-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തെ അടിസ്ഥാനമാക്കി നമ്മൾ പറഞ്ഞു, ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. എന്തായിരുന്നു ആ മിന്നലൊളി? ഈശോ മിശിഹായാണ്. ഈശോ മിശിഹായാണ് ആ പ്രകാശം എന്ന് നമ്മൾ പറഞ്ഞു, ഇല്ലേ? അവിടെ പറയുന്ന പ്രകാശം, നമ്മൾ കാണുന്ന ഈ ഒരു പ്രകാശമായിട്ട് കാണുന്നൊക്കെ ഉണ്ട്. ചിത്രത്തിലൊരു പ്രകാശം വരുന്നത് പോലെ കാണുന്നുണ്ട്, ഇല്ലേ? ആ പ്രകാശം എന്താണ്? പ്രതീകാത്മകമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രതീകാത്മകമായിട്ടാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ട സിനിമയിലാണെങ്കിലും, ഇല്ലേ, ഇന്നലെ കണ്ട ചിത്രത്തിൽ ഓർക്കുന്നില്ലേ? ഒരു വലിയ പ്രകാശം, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം വരുന്നത് പോലെയാണ്. എന്താണിത് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പ്രകാശമായ ഈശോയാണ് അത് എന്നാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 5-ാം വചനം. യോഹന്നാന്റെ സുവിശേഷം 9, 5, 8, 12. യോഹന്നാന്റെ സുവിശേഷം 8:12 ഈശോ പറയുന്നുണ്ട്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വചനം, അവിടെയും പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന്. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലെ പ്രകാശവും, യോഹന്നാൻ 8:12 പ്രകാശവും, യോഹന്നാൻ 9:5 പ്രകാശവും ഒന്ന് തന്നെയാണ്. ഗ്രീക്ക് ഭാഷയിലാണല്ലോ ബൈബിൾ എഴുതിയിരിക്കുന്നത്, പുതിയ നിയമം. അവിടെ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രകാശം, ഫോസ് എന്നൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ മേൽ പതിച്ച് മിന്നലൊളി ഇടിമിന്നലാണോ? അല്ല, പ്രകാശമായ ഈശോയാണ്, ക്രിസ്തുവാണ് കേട്ടോ. അപ്പം അതാണ് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാനുള്ളത്. പ്രകാശമായ ഈശോയാണ്. ഇന്ന് പുതിയ മുഖങ്ങളുണ്ടല്ലോ, അല്ലേ? ഇന്ന് പുതിയതായിട്ടുള്ളവരെ ഒരാളേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ പൗലോസ്ലിഹായെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പൗലോസ്ലിഹായുടെ മാനസാന്തരം വരെ എത്തി. അതെല്ലാം ഇവർ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു തരും. ഇന്ന് നമ്മൾ മാനസാന്തരത്തിന് ശേഷമുള്ള പൗലോസ്ലിഹായെ കുറിച്ചാണ് കാണുന്നത്. മാറ്റം വന്ന ശേഷം അദ്ദേഹം എങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞു ഇന്നലെ അവസാനിപ്പിച്ചത്, പ്രകാശം അവൻ്റെ മേൽ പതിച്ചു, മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എന്താ ഈ മിന്നലൊളി? ഇടിമിന്നലാണോ അല്ലയോ എന്നുള്ളതാണ്. അല്ല, പ്രകാശമായ ഈശോയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8:12, 9:5 അവിടെ ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പസ്തോല പ്രവർത്തനം 9:3 പറയുന്ന മിന്നലൊളി എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ്, യേശു ക്രിസ്തുവാണ്, ജീസസ് ക്രൈസ്റ്റ്. സംശയമുണ്ടോ? ചിലപ്പോൾ ചിലർ ചോദിക്കും, അല്ല ആ പൗലോസ്ലിഹായ്ക്ക് മാറ്റം വന്നത് പുള്ളിക്കാരൻ്റെ മേലൊരു ഇടിമിന്നൽ ഉണ്ടായപ്പോഴല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞേക്കണം, അല്ലല്ലല്ല, അങ്ങനെയൊന്നും അല്ല. പിന്നെയോ പ്രകാശമായ ഈശോയുടെ സ്പർശനമാണ്, ഡിവൈൻ ടച്ച്. പിന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു വോയിസ്, ഇല്ലേ? ആകാശത്ത് നിന്നും ഒരു സ്വരം കേട്ടു എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? ആകാശത്ത് നിന്ന് ഒരു സ്വരം കേട്ടു, അങ്ങനെ അടുത്തത് പറയുന്നു, ഇല്ലേ? അങ്ങനല്ലേ? എന്തോ ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിന്റെ അവിടെ നോക്കി, അവിടെ വല്ല സ്വരം ഉണ്ടോ?
എന്നാ സ്വരം? ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു. മിന്നലൊളി ഉന്നതത്തിൽ നിന്നാ വന്നത്. അപ്പൊ സ്വരവും എവിടെ നിന്നായിരിക്കും? ഉന്നതത്തിൽ നിന്നായിരിക്കും. ഇതുപോലെയുള്ള സ്വരം നേരത്തെ വന്നിട്ടുണ്ട് ഒരിടത്ത്. എവിടെയായിരുന്നു? ചേച്ചി പറഞ്ഞു അതെവിടെയാന്ന്. പിന്നെ സുവിശേഷത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഈശോയുടെ ജ്ഞാനസ്നാനത്തിന്റെ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു, ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അപ്പോൾ ഈ സ്വർഗത്തിൽ നിന്നും അല്ലെങ്കിൽ ഉന്നതത്തിൽ നിന്നും കേൾക്കുന്ന സ്വരം എന്ന് പറഞ്ഞാൽ അത് ആരുടെ സ്വരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഷയിൽ അത് ദൈവീക സ്വരമാണ് എന്നുള്ളതാണ്. ഡിവൈൻ വോയിസ്, ദൈവീക സ്വരമാണ്. അതായത് നമ്മളിപ്പോ പറയുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വചനം അല്ലേ? അവൻ നിലംപതിച്ചു, ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു. അപ്പസ്തോല പ്രവർത്തനം 9:4. അവിടുത്തെ സ്വരം എന്താണ്? എ വോയിസ്. അവൻ കേട്ട വോയിസ് കലബല വോയിസ് ഒന്നുമല്ല, അവൻ കേട്ടത് സ്വർഗീയ സ്വരമാണ്, ഡിവൈൻ വോയിസ്. അങ്ങനെയെങ്കിൽ അത് ആരുടെ സ്വരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും, അത് ദൈവ സ്വരമാണ്. 1, ദൈവ ദർശനം ഉണ്ടായി. 2, ദൈവ സ്പർശനം ഉണ്ടായി. 3, ദൈവസ്വരം. ദൈവസ്വരം കേൾക്കുകയാണ്. ഇനി ആ സ്വരം കേട്ട് കഴിഞ്ഞപ്പം 9:5, അപ്പസ്തോല പ്രവർത്തനം 9:5, അവൻ ചോദിച്ചു. അത് ഒരു പ്രശ്നമുണ്ട് അവിടെ. അവൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? പൗലോസ് ചോദിക്കുകയാ, അല്ലെങ്കിൽ ഈ സാവൂൾ ചോദിക്കുകയാ, കർത്താവേ അങ്ങ് ആരാണ്? ചോദിച്ചത് എങ്ങനെയാ? വിളിച്ചത് എങ്ങനെയാ? കർത്താവേ എന്ന്. അപ്പൊ എല്ലാവരും ചോദിക്കും, ഈ താഴെ ഉരുട്ടിയിട്ടത് കർത്താവാന്ന് പുള്ളി എങ്ങനെയാ നേരത്തെ അറിഞ്ഞതെന്ന്. വലിയൊരു പ്രശ്നം. ആൾക്കാർ ചോദിക്കും, കർത്താവേ എന്ന് വിളിച്ചില്ലേ? യാതൊരു അറിവുമില്ല ഇത് കർത്താവാണ്. പക്ഷെ കർത്താവേ എന്ന് മലയാള വിവർത്തനത്തിൽ കൊടുത്തിട്ടുമുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെയാണ്, ഹു ആർ യു ലോഡ്. അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഹു ആർ യു ലോഡ്. അതാണ് ഇംഗ്ലീഷിൽ ചോദിച്ചാല്, ഹു ആർ യു ലോഡ്. ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വിവർത്തനം ചെയ്യുമ്പോൾ എന്നാ? കർത്താവേ എന്നാ. അപ്പൊ പിന്നെ ഈ കർത്താവാന്ന് ഇത് അറിഞ്ഞോ? വീണപ്പോ ചിലപ്പോ തോന്നിക്കാണുമെന്ന്. ഒരു പവറുണ്ട് എന്ന് മനസ്സിലായി. അമ്മേ എന്ന് പേടിച്ച് വിളിച്ച പോലെ കർത്താവേ, അങ്ങനെയും പറയാം. അതിന്റെ അർത്ഥം ഇതാണ്, ലോഡ് എന്നുള്ള വാക്ക്, കർത്താവേ എന്നുള്ള വാക്ക് 3 അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ലോഡ്, നമ്മുടെ ഉദാഹരണത്തിന് സാർ എന്നുള്ള പദമില്ലേ? സ്കൂളിൽ ചെന്നാൽ നമ്മുടെ പഠിപ്പിക്കുന്ന ആളെ നമ്മൾ സാറെന്ന് വിളിക്കും. പോസ്റ്റ് ഓഫീസിൽ പോയി അവിടെ ഇരിക്കുന്ന പോസ്റ്റ് ഓഫീസറെ നമ്മൾ എന്നാ വിളിക്കും? സാറെന്ന് വിളിക്കും. ബസ്സിൽ കയറിയാൽ കണ്ടക്ടർ സാറേന്നോ ഡ്രൈവർ സാറേന്നോ ഒക്കെ നമ്മൾ വിളിക്കും. ഏതെങ്കിലുമൊക്കെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെ നമ്മൾ എന്നാന്ന് വിളിക്കും? സാർ. അപ്പൊ ആ സാറ് എന്ന് വിളിക്കുന്നത് പഠിപ്പിക്കുന്ന ആള് മാത്രമാണോ? അല്ല. അപ്പൊ എന്താ? ബഹുമാന അർത്ഥം നമ്മൾ വിളിക്കുന്നതാണ് സാർ എന്നുള്ള പദം ഇല്ലേ? ബഹുമാന പുരസ്സരം വിളിക്കുന്നതാണ് സാർ. കർത്താവേ എന്നുള്ള വാക്ക് ലോഡ് എന്നുള്ള വാക്കാണ്. ലോഡ് ഗ്രീക്ക് ഭാഷയിൽ കണ്ടോ, ഞാൻ ലോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ ഗ്രീക്കാണ് കീരിയോസ്. കുറിയേലായിസോൻ കേട്ടിട്ടില്ലേ? കർത്താവേ എന്നാണ് കുറിയേലായിസോ എന്നുള്ള വാക്കിന്റെ അർത്ഥം. കീരിയോ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലോഡ്, കർത്താവേ എന്നാണ്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ വാക്കിന് 3 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം യഹോവ. കീരിയോസ് അല്ലെങ്കിൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് അത് അർത്ഥമാക്കുന്നത് എന്നതാ? കർത്താവ് എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്, ലോഡ് കർത്താവേ എന്ന പദം ഈശോ മിശിഹായെ സൂചിപ്പിക്കാനും ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട്. 1, യഹോവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. 2, ഈശോയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. 3, ബഹുമാന പുരസ്സര അർത്ഥത്തിൽ തങ്ങളുടെ യജമാനൻ
എന്നുള്ള അർത്ഥത്തിൽ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആദരസൂചകമായിട്ടുള്ള ഒരു പദവുമായിട്ടും എന്തുപയോഗിക്കുന്നുണ്ട്? കർത്താവ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ലോഡ്, കീരിയോസ്. അതായത് ഒരു വാക്കിന് 3 അർത്ഥങ്ങളുണ്ടെന്ന് ചുരുക്കം. ഓരോ സാഹചര്യത്തിനും അനുസരിച്ചാണ് അതിനെ വായിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും. ദൈവത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് കീരിയോസ് എന്ന് പറയുമ്പം അത് യഹോവയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഈശോയെക്കുറിച്ച് പൗലോസ് സ്ലേഹ ഒരുപാട് സ്ഥലങ്ങളിൽ കീരിയോസ് 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 എന്ന് പറയുന്നുണ്ട്, ലോഡ് ലോഡ് എന്ന് പറയുന്നുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ലോഡ്, ലോഡ് ജീസസ്, അങ്ങനെ കർത്താവായ ഈശോ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബഹുമാന പുരസരം, തന്നെ തട്ടി താഴെയിടാൻ മാത്രം കെൽപ്പുള്ള ഒരാള്, അദ്ദേഹത്തെയാണ് വിളിച്ചത് ലോഡ് എന്ന്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 3ാമത്തെ അർത്ഥ തലത്തിലാണ്. കർത്താവേ എന്ന് ബഹുമാന അർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തട്ടി താഴെയിട്ട ഒരാളെ വിത്ത് ഫിയർഫുൾ വോയിസ്, പേടിപ്പെടുത്തുന്നൊരു സ്വരത്തോടെ വിളിച്ചതാണ് കർത്താവേ. സാറേ, എന്നെ നീ ആരാ സാറേ എന്ന് ചോദിക്കത്തില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ആരും തെറ്റിദ്ധരിച്ചേക്കരുത് ഉടനെ തന്നെ. കാരണം തൊട്ടടുത്ത് തന്നെ കേൾക്കുന്നുണ്ട്, ഇത് ആരാന്നുള്ള ഉത്തരം ഉടനെ വരുന്നതേ ഉള്ളൂ. അതിനു മുന്നിലായി ചോദ്യം, അല്ലെങ്കിൽ ആ തൊട്ടടുത്ത് വരുന്ന ഉത്തരം അങ്ങനെ വരികയില്ലായിരുന്നു. ഓർത്ത് നോക്കിക്കേ, തൊട്ടടുത്ത് വരുന്ന ഉത്തരം എങ്ങനെയാ? കർത്താവെ നീ ആരാണ് എന്ന് ചോദിച്ചപ്പം എന്നാ ഉത്തരം വന്നേ? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. കണ്ടോ, കർത്താവെ എന്ന് വിളിച്ചവൻ അറിയായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് ആരാന്ന് പറയണമായിരുന്നു? വേണ്ട, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് പറയുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസിന്റെ മേൽ പതിച്ച മിന്നലൊളി അപ്പം ആരാണ്? യേശുവാണ്. കാരണം ഉത്തരം വന്നു, ആരാണ് നീ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ഉത്തരം വന്നു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പൊ സംശയമില്ല, ഇനി പൗലോസിന്റെ മേൽ പതിച്ച മിന്നലൊളി യേശുവാണ് എന്ന് ഈ വചനത്തിൽ 9ാമത്തെ അധ്യായത്തിന്റെ 6ാമത്തെ വചനത്തിൽ 5-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അത്തരം കാര്യങ്ങൾ വ്യക്തമായോ? നമ്മൾ ഇന്ന് പറഞ്ഞത് മിന്നലൊളി എന്നുള്ളതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു, സ്വരം എന്നുള്ളതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കർത്താവെ എന്ന് വിളിച്ചിട്ടുണ്ട്, അതിന്റെ അർത്ഥം എന്താ? കർത്താവെ എന്ന പദം 3 തലങ്ങളിൽ, അർത്ഥതലങ്ങളിൽ ഉപയോഗിക്കുന്നു. യഹോവ, യേശു, ബഹുമാന അർത്ഥത്തിൽ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബഹുമാന അർത്ഥത്തിലുമാണ്. ഇനി നമുക്ക് ഇതിനെ തുടർന്ന് കാണാനുള്ളത്, അവനെ അവർ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി എന്നാണ്. അവൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറേ പേരുണ്ടായിരുന്നല്ലോ, ഇല്ലേ? കുറേ പേര് ഒരുമിച്ചല്ലേ വാളും പരിചയം കുതിരയൊക്കെ ആയിട്ട് അവർ പോയത്? നമ്മൾ ഇന്നലത്തെ ചിത്രത്തിൽ കണ്ടായിരുന്നു, അവർ ഒരുമിച്ചാണ് പോയത്. അങ്ങനെ പോയി താഴെ വീണ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, അവൻ്റെ കണ്ണുകൾ തുറന്നിരുന്നിട്ടും അവനൊന്നും കാണാൻ പറ്റിയില്ല. 9ാമത്തെ അധ്യായത്തിന്റെ 8ാമത്തെ വചനം. 9ാമത്തെ അധ്യായത്തിന്റെ 8ാമത്തെ വചനം. Although his eyes were open, he could see nothing. അവന്റെ കണ്ണുകൾ തുറന്നിരുന്നിട്ടും അവന് ഒന്നും കാണാൻ പറ്റിയില്ല. അവന്റെ കണ്ണ് തുറന്നിരുന്നിട്ടും അവന് ഒന്നും കാണാൻ പറ്റിയില്ല. നമുക്കും അങ്ങനെയാ, കണ്ണ് തുറന്നിരിക്കും പക്ഷെ വേണ്ടതൊന്നും കാണുകയില്ല. അതാണ് പൗലോസ് സ്ലീഹായെ കുറിച്ച് പറയും, അവന്റെ കണ്ണ് തുറന്നിരുന്നിട്ടും. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു, കണ്ണ് തുറന്നിരിക്കുന്നത് നമ്മൾ കണ്ടു, ഇല്ലേ? പക്ഷെ ചെതുമ്പല് പോലുള്ള എന്തോ ഒരു വസ്തു ഉണ്ട്, അതുകൊണ്ട് അവന് കാണാൻ പറ്റാത്തത്. പൗലോസ് സ്ലീഹായ്ക്ക് 2 തരത്തിലുള്ള അന്ധതയുണ്ടായി എന്ന് പറയും. ഇന്നലെ ചോദിച്ചിരുന്നല്ലോ ഈ അന്ധതയുടെ അർത്ഥത്തെക്കുറിച്ച്. പൗലോസ് സ്ലീഹായ്ക്ക് 2 തരത്തിലുള്ള അന്ധത ബാധിച്ചു എന്ന് പറയാറുണ്ട്. 1ാമത്തെ അന്ധത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതന്ധതയാ? 1ാമത്തെ അന്ധത ഫിസിക്കലായിട്ടുള്ളതാ, ശാരീരികപരമായിട്ടുള്ളതാ. ശാരീരികപരമായിട്ടുള്ള അന്ധതയും ബാധിച്ചു, ആധ്യാത്മികമായിട്ടുള്ള ഒരു അന്ധതയും ബാധിച്ചു. അങ്ങനെ 2 തരത്തിലുള്ള അന്ധത, ബ്ലൈൻഡ്നെസ് ആർക്കുണ്ട്? പൗലോസ് സ്ലീഹായ്ക്കുണ്ട്. 1 ശാരീരികപരമായിട്ടുള്ള അന്ധത, 2 ആത്മീയമായിട്ടുള്ള അന്ധത. ശാരീരികപരമായിട്ടുള്ള അന്ധത എന്താണെന്ന് 9ാമത്തെ അധ്യായത്തിന്റെ 8ാമത്തെ വചനത്തിൽ നിന്നും നമുക്ക് വ്യക്തമായി, അല്ലേ? 9:8 പറയുന്നുണ്ട്, അവന്റെ കണ്ണുകൾ തുറന്നിരുന്നിട്ടും അവനൊന്നും കാണാൻ പറ്റിയില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അന്ധത നമുക്കത് വലിയതായിട്ട് വന്നിട്ടില്ല എങ്കിലും
നമ്മൾ അന്ധരായിട്ടുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ കണ്ണ് തുറന്നിരിക്കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല, ചിലരുടെ കണ്ണ് അടഞ്ഞായിരുന്നിരിക്കും. എന്തായാലും പൗലോസിന്റെ കണ്ണ് തുറന്നായിരുന്നിരുന്നത്, പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. അത് ശാരീരികപരമായിട്ടുള്ള അന്ധത. ഇനി രണ്ടാമത്തെ ഒരു അന്ധതയും കൂടിയുണ്ട്. ആത്മീയ അന്ധതയും കൂടി ഇദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പൗലോസിന്റെ ജീവിതത്തിലെ ആത്മീയ അന്ധത? എന്തായിരിക്കും പൗലോസിന്റെ ജീവിതത്തിലെ ആത്മീയ അന്ധത? ക്രിസ്തുവിനെ പീഡിപ്പിച്ചതുകൊണ്ട്, പിന്നെ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് തിരിച്ചറിയാത്തത് കൊണ്ട്. രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഈശോയെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞില്ല. രണ്ട്, മാമോദീസ സ്വീകരിച്ചില്ല. ഒരാള് മാമോദീസ സ്വീകരിക്കുമ്പോഴാണ് അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള കാഴ്ചയും കാഴ്ചപ്പാടും ഉണ്ടാകുന്നത് എന്ന് പറയും. ഈശോയെ തിരിച്ചറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ് കേട്ടോ. നമ്മൾ പിന്നീട് കാണുന്നുണ്ട് ഈ മാറ്റമൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് മാമോദീസ സ്വീകരിക്കുന്നതല്ലേ. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, അനനിയാസ് പോയി കൈവച്ചു, അതിനുശേഷം ബർന്നബാസ് വന്ന് മാമോദീസ കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. മാമോദീസയിൽ ആര് നിറയും? പരിശുദ്ധാത്മാവ് നിറയും. അപ്പോഴേ ഈ ആത്മീയ അന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഈശോയെ തിരിച്ചറിയാത്തതും ജ്ഞാനസ്നാനം സ്വീകരിക്കാത്തതുമായിട്ടുള്ള അവസ്ഥയാണ്. ഈ രണ്ട് അന്ധതയും മാറുന്നുണ്ട് ഇല്ലേ? നമ്മൾ കണ്ടു ഒന്നാമത്തെ അന്ധത മാറിയത് എപ്പോഴാ? അനനിയാസ് അഭിഷേകം ചെയ്തപ്പം, ശിരസിൽ കൈവച്ച് അഭിഷേകം ചെയ്തപ്പം. രണ്ടാമത്തെ അന്ധത മാറുന്നത് അപ്പോൾ എപ്പോഴാ? മാമോദീസ സ്വീകരിച്ചപ്പോൾ. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു അനോയിന്റിങ്ങും ബാപ്റ്റിസവും, രണ്ട് കാര്യങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു ഇല്ലേ? ആ രണ്ട് കാര്യങ്ങളും വഴി പൗലോസ്ലീഹായ്ക്ക് എന്ത് ലഭിച്ചു? ശാരീരികപരമായിട്ടുള്ള കാഴ്ചയും ആത്മീയപരമായിട്ടുള്ള കാഴ്ചയും കിട്ടി. അങ്ങനെ രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുകളും കാഴ്ചകളും ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ പറ്റുക. രണ്ട് തരത്തിലുള്ള അന്ധത വിശുദ്ധഗ്രന്ഥത്തിൽ പറയുന്നില്ല അവന് ആത്മീയമായിട്ടുള്ള അന്ധതയുണ്ട് എന്ന്. നമ്മുടെ ഒരു വ്യാഖ്യാനമാണത്, അത്തരത്തിലുണ്ട് എന്ന്. കാരണം പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് നമുക്കറിയാലോ. അതുകൊണ്ടാണല്ലോ ഇത്ര നാളും പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്നത് ഈ അഭിഷേകത്തിലൂടെയാണ്, ഈ കാഴ്ച കിട്ടിയതിലൂടെയാണ്. അതുവരെ അവൻ അങ്ങനെ പകച്ചു നിൽക്കുമായിരുന്നു ഇല്ലേ? ചിത്രത്തിൽ നമ്മൾ കണ്ടു ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ മുഖത്തെ പ്രകാശമൊക്കെ അങ്ങ് തെളിഞ്ഞു. പിന്നെ അങ്ങോട്ട് വലിയൊരു മാറ്റം വരികയാണ്. അപ്പം അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള 9:8 വെളിച്ചത്തിലാണ് കേട്ടോ നമ്മളിത് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനം 9:8 വെളിച്ചത്തിൽ പറയുന്നു, രണ്ട് തരത്തിലുള്ള അന്ധത അദ്ദേഹത്തിനുണ്ട്. ഒന്നാമത് ശാരീരികപരം, രണ്ടാമത് ആത്മീയപരം. ശാരീരികപരം എന്ന് പറയുന്നത് കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആത്മീയപരം എന്നുള്ളത് ഈശോയെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതും അതുപോലെ തന്നെ മാമോദീസ സ്വീകരിച്ചില്ല എന്നുള്ളതുമാണ്. ഇത് രണ്ടും എപ്പോഴാണ് പൂർത്തിയാകുന്നത്? ഈ കാഴ്ച എപ്പോഴാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കിടക്കുന്നത് 9-ാമത്തെ അധ്യായത്തിൻ്റെ നമുക്ക് വാക്യങ്ങൾ എടുക്കാം. 12-ാമത്തേതിലുമുണ്ട്, പിന്നീട് 17-ലും നമുക്ക് കാണാൻ പറ്റും. 17-18-ലും 12-ാമത്തെ വാക്യത്തിലുമുണ്ട്, 17-18-ലും. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ അന്ധത 9-8 അന്ധതയും അവിടെ കാഴ്ചയും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആത്മീയമായിട്ടുള്ള കാഴ്ച കിട്ടുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണും, തുടർന്ന് വരുന്ന വചനഭാഗത്ത് 18-ലാണ് അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 9-18. അപ്പോഴാണ് രണ്ടാമത്തെ കാഴ്ചയുണ്ടായത്. 9-18.
ബാപ്റ്റിസവും അനോയിൻറ്റിങ്ങും, അതാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇല്ലേ? ബാപ്റ്റിസവും അനോയിൻറ്റിങ്ങും അത് രണ്ടും നമ്മൾ പറഞ്ഞു. കൈവെപ്പിനെ കുറിച്ചാണ് നമ്മൾ അത് പറഞ്ഞത്. ഇന്നലെ നമ്മൾ ചിത്രത്തിൽ കണ്ട സമയത്ത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, രണ്ട് ദർശനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? ആർക്കാ രണ്ട് ദർശനങ്ങൾ ഉണ്ടായത്? അനനിയാസിനും ഉണ്ടായ ഒരു ദർശനം, സാവൂളിനും ഒരു ദർശനം ഉണ്ടായതായിട്ട് നമ്മൾ പറഞ്ഞു. അനനിയാസ് എന്നു പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിൽ ഉണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. എന്താ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞത്? കർത്താവേ, ഉടനെ അനനിയാസ് അവൻ വിളി കേട്ടു, കർത്താവേ ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഋജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിന്റെ ഭവനത്തിൽ താർസൂസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. ഇന്നലെ നമ്മൾ ചിത്രത്തിൽ കണ്ടത് ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം ഒരു വീട്ടിൽ താമസിക്കുകയാണ് ഇല്ലേ? ദമാസ്കസിലെ ഒരു വീട്ടിലേക്കാണ് വീണ് കഴിഞ്ഞപ്പോൾ അവരെടുത്തുകൊണ്ട് പോയത്. അങ്ങനെ അവർക്ക് പരിചയമുള്ള ഈ ദമാസ്കസിലുള്ള യൂദാസ് എന്നു പേരുള്ള ഒരാളുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവിടെ കണ്ടോ, ഋജുവീഥി എന്ന് വിളിക്കപ്പെടുന്ന എന്നാ പറഞ്ഞിരിക്കുന്നത്. ഋജുവീഥി. ഋജുവീഥി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും സംശയിക്കും. ഋജുവീഥി എന്നൊക്കെ പറഞ്ഞു, എന്തോ ഇടുങ്ങിയ വഴിയാണോ ഋജുവീഥി? എന്തോ ഋജുവീഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. സ്ട്രെയിറ്റ്, നേരെ, ഋജുവായിട്ട്, അതായത് ആ വാതിലിന്റെ നേരെ ഋജുവീഥി എന്നറിയപ്പെടുക. അതാണ് സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഈ നമ്മൾ പറയല്ലേ, നമുക്ക് ഈ ഒരുപാട് വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, നമുക്ക് ടൗണിലൊക്കെ ഇങ്ങനെ വീടുകൾ കൃത്യം സ്ട്രെയിറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് അങ്ങനെ പോകുന്നത്. അപ്പം അതുപോലെയാണ് നമ്മുടെ നാട്ടിലല്ലേ വീടുകളെല്ലാം ഇങ്ങനെ അകന്ന് ഒരേക്കർ തോട്ടത്തിനകത്ത് 2 ഏക്കർ തോട്ടത്തിനകത്തൊക്കെ ഒരു വീടൊക്കെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ടൗണുകളിൽ ചെന്ന് കഴിയുമ്പോൾ കുറേ കൂടെ എല്ലാം അടുത്തടുത്താണ്, എല്ലാം സ്ട്രീറ്റിൻ്റെയാണ് പറയുന്ന പേരുകളില്ലേ? ക്രോസ് സ്ട്രീറ്റ്, നമ്പർ 1 എന്നൊക്കെ ഓരോ പേരുകൾ കൊടുത്താണ് പോകുന്നത്. ഈ ഋജുവീഥി എന്ന് പറയപ്പെടുന്നത് സ്ട്രെയിറ്റ് ലൈനിനാണ്. നമ്മൾ വായിച്ചത് 9-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനമാണ്. 9:11. The Lord said to him, get up and go to the street called straight. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ. The street called straight, ഋജുവീഥി. അതായത് ആ വഴിയുടെ പ്രത്യേകതയാണ്, ഒരുപക്ഷെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു വഴി, അതായിരിക്കും ആ വഴി അറിയപ്പെടുന്നതിന് കാരണം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ദ സ്ട്രീറ്റ് കോൾഡ് സ്ട്രെയിറ്റ്. അതാണ് മലയാളത്തിൽ നമ്മൾ ഋജുവീഥി എന്നൊക്കെ പറയുന്നത്. അതാരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഈ അൾത്താരപാലന്മാരൊക്കെ ഋജുവീഥി എന്നൊക്കെ വിളിച്ചിട്ട് പോവാറുണ്ട്. ഋജുരേഖ നേർരേഖയാണ്. ഒന്നാമത് തന്നെ അത് വായിക്കാൻ പ്രയാസമാണ്. കുർബാനയ്ക്കൊക്കെ ഈ ഭാഗം വായിക്കാനുണ്ടെങ്കിൽ അൾത്താരപാലന്മാർ കഷ്ടപ്പെടും ഇല്ലേ? ഋജു വീഥി, അത് കാണുമ്പോൾ തന്നെ അവർ ഓർക്കും ഇത് എന്നതാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ മലയാള അക്ഷരങ്ങൾ അത്ര പരിചയം അല്ലാത്തത് കൊണ്ട് അവർക്ക് കഷ്ടപ്പാടുണ്ട്. അപ്പം അതുകൊണ്ട് അർത്ഥവും അറിയത്തില്ല, അക്ഷരവും അറിയത്തില്ല എന്നുള്ള കഷ്ടപ്പാടുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറഞ്ഞത് ഇതാണ്, അവൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, കൈവെപ്പിനെ കുറിച്ച് പറഞ്ഞു. 2 കാഴ്ചകൾ നമുക്ക് ദർശനങ്ങൾ ഉണ്ടായി. ഒന്നാമത്തേത് അനനിയാസിനാണ്, അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയും അവനോട് പറയുകയാണ്. അതുപോലെ തന്നെ 2-ാമത്തെ ദർശനം ഉണ്ടായത് ആർക്കാണ്? സാവൂളിന് ഒരു ദർശനം ഉണ്ടായി. സാവൂൾ പറയുന്നില്ലേ, എനിക്ക് ഒരു ദർശനം ഉണ്ടായി. ആ ദർശനത്തിൽ പറയുന്നു, തുടർന്ന് വരുന്ന വചനഭാഗത്ത് നമുക്കുണ്ട്. 12-ാമത്തേതിലേക്ക് നമുക്ക് വരാം. 11-ന്റെ അവസാനം ഇങ്ങനെയാണ്, അവൻ ഇതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന് ഒരു ദർശനമുണ്ടായിരിക്കുന്നു. കണ്ടോ? അപ്പസ്തോല പ്രവർത്തനം 9:12 അപ്പസ്തോല പ്രവർത്തനം 9:12 അവിടെയാണ് പൗലോസിന്റെ ദർശനം. അനനിയാസിന്റെ ദർശനം അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 10-11 2 ദർശനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിന്റെ 10-11 അനനിയാസിന്റെ ദർശനവും 9:12 സാവൂളിന്റെ ദർശനവും. അപ്പൊ 2 ദർശനമൊക്കെ ആർക്കും എപ്പോൾ വേണേലും കിട്ടാം കേട്ടോ. ഇത് തിരിച്ചറിയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദർശനം, അതെല്ലാ ദർശനവും ശരിയാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പെട്ടെന്നൊരു സംഭവം പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചേട്ടൻ എന്നെ കാണാൻ വന്നു.
ഞാനിങ്ങനെ ഈ ഒരിടത്ത് ഒരു വാർഷിക ധ്യാനത്തിന് പോയപ്പം എന്നെ പരിചയപ്പെട്ടത് കൊണ്ട് വന്നത് മാത്രമേ ഉള്ളൂ. ഈ ചേട്ടൻ വന്ന് പറയുക, എൻ്റെ അച്ഛാ എനിക്കൊരു ദർശനമുണ്ടായി. ഞാൻ ചോദിച്ചു, എന്തുവാ ദർശനം? അതെ, എന്നോട് കർത്താവ് പറഞ്ഞു കുർബാനയ്ക്കും പോകണ്ട, കുർബാനയ്ക്ക് പോയാൽ കുർബാന സ്വീകരിക്കുകയും വേണ്ട. എന്തോന്ന് ദർശനമാണ് അതെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ ഒന്നുകൊണ്ടും ചേട്ടൻ പേടിക്കണ്ട, അത് പൈശാചിക ദർശനമാണ്. തമ്പുരാൻ ഒരിക്കലും പറയത്തില്ല പള്ളിയിലും പോകണ്ട, കുർബാനയും സ്വീകരിക്കണ്ട എന്ന്. ഈ ചേട്ടൻ എന്നെ അങ്ങോട്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ല അച്ഛാ, അതേന്ന് അച്ഛൻ എന്നാ അച്ഛാ വിശ്വസിക്കാത്തത്? എനിക്ക് കിട്ടിയ ദർശനമാണ്. ഞാൻ പറഞ്ഞ ചേട്ടന് ദർശനം കിട്ടിക്കാണും, പക്ഷെ അത് ദൈവദർശനമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പിശാചും അതും ഇതും ഒക്കെ കാണിച്ചു തരും. ചേട്ടൻ്റേതത, അതുകൊണ്ട് നാളെ തുടങ്ങി കുമ്പസാരിച്ച് കുർബാനയ്ക്ക് പോയി കുർബാന സ്വീകരിച്ചോണെന്ന് പറഞ്ഞു. എന്നോട് എന്നിട്ട് ചേട്ടൻ പറയാ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, കർത്താവ് വല്ലോ ദർശനവും തരുമോന്ന്. ഞാൻ പറഞ്ഞു, കർത്താവ് ഇപ്പം ഇതിൻ്റെ പേര് ദർശനം തരില്ല, മിക്കവാറും തരാൻ സാധ്യതയുള്ളത് മറ്റേ പുള്ളിയാണ്. അപ്പം അതുകൊണ്ട് ചേട്ടൻ നല്ലപോലെ കുമ്പസാരിച്ച്, അതിപ്പം എന്നെ കാണാൻ വന്നിട്ടില്ല, വരുമായിരിക്കും. എന്നോട് പറഞ്ഞു വെളിപാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ഫോണിൽ കുറേ പ്രാവശ്യം വിളിച്ചു. അങ്ങനെ ഞാനൊരു ദിവസം വാ എന്നെ കാണാം നമുക്ക് മിണ്ടാന്നൊക്കെ പറഞ്ഞ് വിളിച്ചതാണ്. അപ്പം അതുകൊണ്ട് ദർശനം ഉണ്ടാവും, നോക്കിയും കണ്ടും ഒക്കെ പറഞ്ഞേക്കണം നമ്മുടെ ദർശനം ഏതാന്നൊക്കെ. ഇതാണ് ഋജുവീതി. എന്താ വീതിയുടെ പ്രത്യേകത? നേരെ കിടക്കുവായതുകൊണ്ടാണ്, സ്ട്രെയിറ്റ് ആണ്. പിന്നെ ഋജുവീതി കണ്ടിട്ടില്ല, ഋജുവീതി കണ്ടിട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഇതൊക്കെയായിരുന്നു. അനനിയാസിന്റെ ദർശനം, സാവൂളിന്റെ ദർശനം, അതിനുശേഷം നമ്മൾ പറഞ്ഞു കൈവയ്പ്, അനോയിന്റിങ്. അതിനെക്കുറിച്ച് നമ്മൾ കണ്ടിരിക്കുന്നത് വാക്കുകൾ, അനോയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വചനങ്ങൾ ഏതൊക്കെയാ? കൈവയ്പ്, നമുക്ക് ഈ കൈവെപ്പ് ശുശ്രൂഷയും മാമോദീസായിട്ട് ശുശ്രൂഷയും ഒക്കെ ഉണ്ട്. പണ്ട് കാലത്തും ഇത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കൈവെപ്പിൻ്റെ അടയാളം അത് പരിശുദ്ധാരൂപിയുടെ നിറവിന് വേണ്ടിയിട്ടുള്ള അഭിഷേകത്തിൻ്റെ അടയാളമാണ് കേട്ടോ, അഭിഷേകത്തിൻ്റെ അടയാളമാണ്. മാമോദീസായിലും എന്ത് ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നമ്മൾ കാണുന്നത്. 9-ാമത്തെ അധ്യായത്തിൻ്റെ 12-17 കൈവെപ്പും, അതുപോലെ തന്നെ 18-ാമത്തെ വചനത്തിൽ മാമോദീസായും. അങ്ങനെ ഈ സാവൂളിന് പൂർണ്ണമായിട്ടും മാറ്റം വന്ന് നല്ല മിടുക്കനായ പൗലോസായിട്ട് മാറുന്നത് ഈ രണ്ട് ശുശ്രൂഷകൾ വഴിയാണ്. കൈവെപ്പിൻ്റെ ശുശ്രൂഷയും മാമോദീസായും. ഈ രണ്ട് ശുശ്രൂഷകളെയും കുറിച്ച് ഒരു വാക്കും കൂടെ പറയാം. മാമോദീസ ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. മാമോദീസ ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതിന് കാരണം മറ്റൊന്നുമല്ല, എന്നേക്കുമായി നിലകൊള്ളുന്ന ഒരു ഇംപ്രിൻ്റ്, ഒരു മുദ്ര ഒരാളിൽ നിറയുന്നു എന്നുള്ളതാണ് അതുവഴിയായിട്ട്. കൈവെപ്പിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് പൗരോഹിത്യത്തിൽ ഈ കൈവെപ്പിൻ്റെ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ കൈവെപ്പ് നടത്തി പ്രാർത്ഥിക്കാറുണ്ട്. നല്ല സ്നേഹമുള്ള അപ്പനും അമ്മയും പിള്ളേരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിടാറുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളിൽ പരിശുദ്ധാത്മാവ് നിറയണം, നല്ല ചൈതന്യം ഉണ്ടാകണം, അതിന് വേണ്ടിയിട്ടാണ്, ഇല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു കൈവെപ്പ് ശുശ്രൂഷയുണ്ട്.
ഈ കൈവപ്പ് ശുശ്രൂഷ ആർക്കൊക്കെ നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭാപരമായിട്ട് നടത്താൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, അല്ല ഞങ്ങൾക്കൊന്നും നടത്തത്തില്ലേ? തീർച്ചയായിട്ടും കുടുംബജീവിതം നയിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും മക്കളുടെ മേൽ കൈവയ്ക്കാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ കൈവെക്കുക എന്നുള്ളതല്ല, ഇങ്ങനെ കൈവെക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും അത് അഭിഷേകം. അവർ അപ്പൻ എന്നുള്ള നിലയിൽ, അമ്മ എന്നുള്ള നിലയിൽ ആ ഒരു അവകാശമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ശുശ്രൂഷകൾ, പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ജീവിതങ്ങളിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കൈവെപ്പ് നടത്തി പ്രാർത്ഥിക്കാനുള്ള കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഔദ്യോഗികപരമായിട്ട് സഭാപരമായിട്ടുമുള്ള കൈവെപ്പിനെ കുറിച്ചല്ല ഞാനിത് പറയുന്നത്, അത് വേറൊരു തലത്തിലുണ്ട്. മറ്റൊന്ന്, നമുക്ക് നമ്മുടെ സാധാരണമായിട്ടുള്ള ജീവിതത്തിൽ ഇത്തരത്തിൽ, ഞാൻ എൻ്റെ അമ്മയെ ഓർക്കും. എൻ്റെ അമ്മ മിക്കവാറും ഒക്കെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ കുട്ടികൾക്ക് പോകാൻ നേരത്ത് ഓടിപ്പോയി തലേ കൈവച്ച് പ്രാർത്ഥിക്കും. അമ്മയോട് ആരും പറഞ്ഞിട്ടില്ല ഇത് സഭാപരമായിട്ടുള്ള ചടങ്ങാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു ചടങ്ങോ ഒന്നുമില്ല. അത് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ ആഴത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനവും അടയാളവും മാത്രമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കൈവെപ്പിൻ്റെ ഒരു ശുശ്രൂഷയുടെ അവകാശം ഉണ്ട്. അത് തിരിച്ചറിയണം, അത് നമ്മൾ കൊടുക്കുകയും വേണം തീർച്ചയായും. ഓക്കെ, ഇനി നമുക്ക് പൗലോസ്ലിഹായുടെ ഇപ്പം മാറ്റമൊക്കെ വന്നു ഇല്ലേ? മാറ്റം വന്നു കഴിഞ്ഞപ്പോഴേ ഉടനെ തന്നെ ആ ദിവസങ്ങളിൽ എവിടെയായിരുന്നു? മാറ്റം വന്നു കഴിഞ്ഞപ്പം ദമാസ്കസിലായിരുന്നു ഇല്ലേ? ദമാസ്കസിലായിരുന്നു മാറ്റം വന്ന ദിവസങ്ങളിലെല്ലാം. മാറ്റം വന്ന ദിവസങ്ങളിൽ ദമാസ്കസിലായിരുന്നു. ദമാസ്കസിലെ സിനഗോഗിൽ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ഇത്രയും ദിവസവും അവിടെ പോയിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ട് പോയതായിരുന്നു സിനഗോഗിൽ. കാരണം യഹൂദന്മാരാണല്ലോ അവിടെ ഉള്ളത്. ഇപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്തോട്ട് പോയിട്ട് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത്രയും ദിവസം താൻ ആർക്ക് വേണ്ടിയിട്ട് എതിരായി നിന്നോ അവനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതാണ് 9-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും. 19 തന്നെ ഉണ്ട്. അവൻ ഭക്ഷണം കഴിച്ചു, ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യന്മാരോട് കൂടെ കുറേ ദിവസം താമസിക്കുകയും ചെയ്തു. അപ്പോൾ എവിടെയാണിപ്പം? ദമാസ്കസിലെ. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. 9:20 മാറ്റം വന്ന് പൗലോസ് എന്നാ കാണിച്ചെന്ന് ചോദിച്ചാ ദേ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. എന്നതാ സുവിശേഷം പ്രസംഗിച്ചത്? യേശു ദൈവപുത്രനാണ്. യേശു ദൈവപുത്രനാണ് എന്നാണ് പറഞ്ഞത്. യേശു ദൈവപുത്രനാണ്. ജീസസ് ഈസ് ദ സൺ ഓഫ് ഗാഡ്. നോക്കണേ, ഇത്രയും ദിവസം ഈ ഇടി കിട്ടുന്നിടം വരെ അവൻ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്? ജീസസ് ദൈവപുത്രനല്ല, അല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാ. ദേ ഒരു ഡിവൈൻ ടച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ പറയുകയാണ് ജീസസ് ഈസ് സൺ ഓഫ് ഗാഡ്. അതാണ് ഇതുവരെ യഹൂദര് സമ്മതിക്കാതിരുന്നൊരു കാര്യവും ഇത് ദൈവപുത്രനാണ് എന്നുള്ളതാണ്. ഇവർ കാലാകാലമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ആരെയായിരുന്നു? മിശിഹായെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്തു വരും എന്നുള്ള ചിന്തയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? യഹൂദർക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ മിശിഹ വന്നു കഴിഞ്ഞപ്പം യഹൂദരുണ്ടോട്ടോ തിരിച്ചറിഞ്ഞു? ഇല്ല. അവർക്ക് കുറേ പേർക്ക് തിരിച്ചറിവ് തോന്നിയെങ്കിലും അവരങ്ങോട്ട് വിശ്വസിച്ചുമില്ല. അങ്ങനെ വിശ്വസിച്ച് യഹൂദരെല്ലാം കൂടെ ഒരുമിച്ച് മാറ്റപ്പെട്ട് ഇവിടേക്ക് വന്നു. അങ്ങനെയാണ് യഹൂദ ക്രിസ്ത്യാനികൾ ഉണ്ടായത്. ഒരുപാട് യഹൂദരെ വിശ്വസിച്ച് ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ പിന്നീട് പല ലേഖനങ്ങളിലും ഒക്കെ കാണും. ധാരാളം യഹൂദരെ തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന യേശുവാണ്, ഈ മിശിഹായാണ് ഈ യേശു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കടന്നു വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് യഹൂദ ക്രിസ്ത്യാനികൾ ഉണ്ടായത്. വിജാതീയ സമൂഹത്തിൽ നിന്നും ഈ ഈശോയെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാരെ നമ്മൾ എന്തെന്ന് വിളിക്കും? വിജാതീയ ക്രിസ്ത്യാനികൾ. അങ്ങനെ നമ്മുടെ ആദിമ സഭയിലെ 2 കൂട്ടം ക്രിസ്ത്യാനികളായിരുന്നു ഉണ്ടായിരുന്നത്. വിജാതീയ ക്രിസ്ത്യാനികളും യഹൂദ ക്രിസ്ത്യാനികളും. ഈ ക്രിസ്ത്യാനികളെ കുറിച്ച് വേറൊരു ഭാഷ്യത്തിൽ പറയും, ഞാൻ പിന്നീട് പറയും. അറ്റം കണ്ടിക്കപ്പെട്ട ക്രിസ്ത്യാനികളും അറ്റം കണ്ടിക്കപ്പെടാത്ത ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ യഹൂദരുടെ പുരുഷന്മാരെല്ലാം പരിച്ഛേദനം ചെയ്തവരാണ്. അതുകൊണ്ടാണ് ഈ പരിച്ഛേദനത്തെ ചൊല്ലി വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വരും. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ അതിൽ പൗലോസ്ലിഹായാണ് നമ്മളെ സഹായിച്ചത്. അപ്പോൾ എന്തൊക്കെ പ്രസംഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനസാന്തരം വന്ന് സാവൂള് പ്രസംഗിച്ചു ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. യേശു ദൈവപുത്രനാണ്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നതും നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യവും അത് ഇല്ലേ? യേശു ദൈവപുത്രനാണ്. ദൈവ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമ്മൾ പറയും ഇല്ലേ? ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രന. അതാണ്
പൗലോസ്ലിഹ ആദ്യം പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം പ്രസംഗം പറയുമ്പോൾ പറയും, ഈശോ മിശിഹായാണ്, ഈശോ മിശിഹായാണ്, ജീസസ് ഈസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ജീസസ് ഈസ് മെസ്സിയ. പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങൾ. ഒന്ന്, ഈശോ ദൈവപുത്രനാണ്. 2, ഈശോ മിശിഹ ആണ്, അല്ലെങ്കിൽ ക്രിസ്തുവാണ്. അത് രണ്ടും ഒരേ വാക്ക് തന്നെയാണ് കേട്ടോ. ക്രിസ്തു എന്ന് പറഞ്ഞാലും മിശിഹ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക് വാക്കുമാണ്, മിശിഹ എന്നുള്ളത് ഹീബ്രു വാക്കാണ്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാണ്. ക്രിസ്തോസ്, മെസ്സയ, രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് ഗ്രീക്ക് ഭാഷയിലും ഒന്ന് ഹീബ്രു ഭാഷയിലുമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഈശോ അഭിഷിക്തനാണ്, മിശിഹായാണ്, ക്രിസ്തുവാണ് എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് പറഞ്ഞു, ഈശോ ഉദ്ധാനം ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. ഈശോ ഉദ്ധാനം ചെയ്തു. ജീസസ് ഈസ് റിസൻ. ഈശോ ഉദ്ധാനം ചെയ്തു. അങ്ങനെ 3 കാര്യങ്ങളാണ് ആദ്യകാലത്ത് പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ കാര്യങ്ങൾ 3 വ്യക്തമാണോ? ഈശോ ദൈവപുത്രനാണ്, ഈശോ ക്രിസ്തുവാണ് അല്ലെങ്കിൽ മിശിഹായാണ്, ഈശോ ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ ഉദ്ധാനം ചെയ്തു. ജീസസ് ഈസ് റിസൻ. അതാണ് ദമാസ്കസിലുള്ള ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം ധാരാളം ഉണ്ടെങ്കിലും ആദ്യ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഇനി ദമാസ്കസിലെ ആദ്യത്തെ ദിവസത്തെ ശുശ്രൂഷകൾക്ക് ശേഷം പൗലോസ്ലിഹ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനസാന്തരത്തിന് ശേഷമുള്ള ആദ്യ ശുശ്രൂഷ അല്ലെങ്കിൽ ആദ്യ പ്രതികരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ? മാമോദീസായ്ക്ക് ശേഷം ആദ്യത്തെ ദിവസങ്ങളിൽ ദമാസ്കസിലൊക്കെ ഇച്ചിരിയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു, സിനഗോഗിൽ പോയി ഇച്ചിരിയൊക്കെ പ്രസംഗിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പം എന്നെ കാണിച്ചു, എങ്ങോട്ടോ പോയി. പൗലോസ്ലിഹ ഒരൊറ്റ മുങ്ങലായിരുന്നു. പിന്നെ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ പൊങ്ങിയത്. ഗലാത്യ ലേഖനം 1:17, ഗലാത്യ ലേഖനം 1:17 മാമോദീസ സ്വീകരിച്ച പൗലോസ്ലിഹായുടെ ആദ്യ പ്രതികരണം എന്താണ് എന്നാണ്. പൗലോസിൻ്റെ ആദ്യ പ്രതികരണം, മാറ്റം വന്ന പൗലോസിൻ്റെ ആദ്യ പ്രതികരണം, അതാണ് നമുക്ക് പറയാനുള്ളത്. മാറ്റം വന്ന പൗലോസിൻ്റെ ആദ്യ പ്രതികരണം. ആദ്യത്തെ ദിവസങ്ങളിൽ ദമാസ്കസിലായിരുന്നുകൊണ്ട് സിനഗോഗിൽ പ്രസംഗിച്ചു എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഉള്ളടക്കവും പറഞ്ഞു. അതേ തുടർന്ന് നമ്മൾ പറയുകയാണ്, എന്താണ് മാറ്റം വന്ന ഈ പൗലോസിൻ്റെ, സാവൂളിൻ്റെ പ്രതികരണം. ഗലാത്യ ലേഖനം 1:17, ഗലാത്യ ലേഖനം 1:17 എന്താ വായിക്കുന്നത്? വളരെ കൃത്യമായിട്ട് പറയുകയാണ്, എനിക്ക് മുൻപേ അപ്പസ്തോലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല, മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അതായത് ജെറുസലേമിൽ നിന്നാണ് എങ്ങോട്ട് പോയത്? ആദ്യം പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ജെറുസലേമിൽ നിന്ന് എങ്ങോട്ടാ പോയത്? ദമാസ്കസിലേക്ക് പോയി. ഈ വചനം അനുസരിച്ച് ദമാസ്കസിൽ നിന്നും പിന്നെ എങ്ങോട്ട് പോയി?
അറേബ്യയിലേക്ക് പോയി. ജെറുസലേമിലോട്ട് പോയില്ല, അറേബ്യയിലോട്ട് പോയി. അറേബ്യയിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോയി? ദമാസ്കസിലേക്ക് പോയി. ദമാസ്കസിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോയി? ജെറുസലേമിലോട്ട് പോയി. അതാണ് അദ്ദേഹത്തിന്റെ യാത്ര. അദ്ദേഹം പറയുകയാണ്, 3 വർഷക്കാലം ഞാൻ അവിടെ ആയിരുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, 3 വർഷത്തിന് ശേഷം കേപ്പായെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയി. ഗലാത്യ ലേഖനം 1:18. ഗലാത്യ ലേഖനം 1:18. 3 വർഷത്തിന് ശേഷം അവരെ കാണാൻ പോയെന്ന്. അപ്പൊ എല്ലാവരും ചോദിക്കും, ഈ 3 വർഷക്കാലം എന്നാടുക്കുമായിരുന്നെന്ന്. എന്തോ പൗലോസ്ലിഹായുടെ ഒളിച്ചോട്ടം എന്ന് ചിലർ പറയും, പൗലോസ്ലിഹായുടെ മുങ്ങലെന്ന് നമ്മുടെയൊക്കെ സാധാരണമായിട്ടുള്ള ഭാഷയിൽ പറയും. ശരിക്കും പറഞ്ഞാൽ അത് പൗലോസ്ലിഹായുടെ ഒരുക്കത്തിന്റെ കാലഘട്ടമായിരുന്നു. എ പീരീഡ് ഓഫ് പ്രിപ്പറേഷൻ, ഒരുക്കത്തിന്റെ കാലഘട്ടമാണിത്. പൗലോസ്ലിഹ അറേബ്യയിൽ എന്നെ അടുക്കുമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല. എങ്കിലും അറേബ്യ പ്രദേശത്ത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നവരുടെ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടേക്ക് മാറി താമസിക്കുന്ന, മറ്റ് സ്ഥലത്തിൻ്റെ ഭൗതികമായിട്ടുള്ള ഈ ബാഹ്യമായിട്ടുള്ള എല്ലാ പ്രകടനങ്ങളിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്ന സന്യാസികൾ പോലെയുള്ള എസ്തീം കമ്മ്യൂണിറ്റികൾ, കൂട്ടായ്മകൾ ഈ അറേബ്യയിൽ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് വസിച്ചത്. അവരുടെ കൂടെ 3 വർഷക്കാലം താമസിച്ചു. ഈശോയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടു, മനസ്സിലാക്കി, പഠിച്ചു. അതിനുശേഷം 3 വർഷം കഴിഞ്ഞപ്പം എങ്ങോട്ട് പോയി? ജെറുസലേമിലോട്ട് പോയി. ഇതാണ് മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. 1ാമത്തെ നമ്പർ ജെറുസലേമിൽ നിന്നും ദമാസ്കസിലേക്ക്. കാണാവോ? നമ്പർ കാണാവോ എന്ന് എനിക്കറിയത്തില്ല. പുറകിലുള്ളവർക്ക് കുറെ വര കാണാതിരിക്കും. എന്തായാലും കാണാവോ? അതിൽ ഒന്നും എഴുതിയിരിക്കുന്നതുകൊണ്ട് കാണാവോ? 1ാമത്തേത് ജെറുസലേമിൽ നിന്നും ദമാസ്കസിലേക്ക്. അതെന്തിനു പോയതായിരുന്നു? പീഡിപ്പിക്കാൻ പോയതായിരുന്നു. അതാണ് അപ്പസ്തോല പ്രവർത്തനം 9:1-2 വെളിച്ചത്തിലാണത്, അല്ലേ? 2ാമത്തേത് നോക്കിക്കേ, ദമാസ്കസിൽ നിന്നും എങ്ങോട്ട് പോയി? അറേബ്യയിലോട്ട് പോയി. അത് ഗലാത്യ ലേഖനം 1:17 വെളിച്ചത്തിലാണ്. അതിന്റെ വെളിച്ചത്തിൽ തന്നെ നമ്മൾ പറയും നമ്പർ 3, അറേബ്യയിൽ നിന്നും ദമാസ്കസിലേക്ക് പോയി. അതും ഗലാത്യ ലേഖനം 1:17 വെളിച്ചത്തിലാണ്. ഗലാത്യ ലേഖനം 1:18 വെളിച്ചത്തിലാണ്. നമ്പർ 4 എവിടുന്ന് എങ്ങോട്ടാണ്? എന്തോ ദമാസ്കസിൽ നിന്നും ജെറുസലേമിലേക്ക്. ശരിയല്ലേ? നമ്മൾ 4 വചനങ്ങളുടെ വെളിച്ചത്തിൽ ഈ 4 യാത്രയെക്കുറിച്ച് അങ്ങ് പറഞ്ഞതാ. അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതായത് അന്നത്തെ കാലത്ത് ഈ മറ്റ് പല പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ആൾക്കാർ അങ്ങനെ ദൂര സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുന്ന, സന്യാസ ആശ്രമങ്ങൾ പോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു. സാറിന് മരുഭൂമിയിൽ പോകുന്നത് എന്തിനാന്നാണ് പറയുന്നത്? മരുഭൂമിയിൽ ആര് വസിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്? ദൈവം വസിക്കുന്ന ഇടമാണ് മരുഭൂമി എന്നൊക്കെ പറയും. ഇങ്ങനെയാണ് അറേബ്യയെക്കുറിച്ച് പൊതുവെ പറയപ്പെടുന്നത്. നമുക്ക് ഏതാണ് പ്രദേശം എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല അറേബ്യയിലെ. എങ്കിലും ആ വലിയ പ്രദേശത്തെയാണ് അറേബ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചിത്രത്തിൽ അതുകൊണ്ടാണ് ഒരു പ്രത്യേക പോയിന്റിൽ കാണിക്കാതെ ആ ഒരു സ്ഥലം മാത്രമായിട്ട് കാണിച്ചിരിക്കുന്നത്, അറേബ്യൻ പ്രദേശം. അത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ പൗലോസ്ലീഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറേബ്യയിൽ പോയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് നമുക്കും അതിനെക്കുറിച്ച് മനസ്സിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ദമാസ്കസിലൂടെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അറിയാമല്ലോ ക്രിസ്തീയ കൂട്ടായ്മകൾ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളത്. എന്തോ പൗലോസ്ലീഹ എന്തുകൊണ്ടാണെന്നുള്ളത് അതിനെക്കുറിച്ച് പുള്ളിക്കാരനൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ടെത്താമായിരുന്നു. ഒരുപക്ഷെ അറേബ്യയെക്കുറിച്ച് അങ്ങനെ നമ്മൾ പറയുന്നതിന് കാരണം ഇതാണ്, വളരെ ശാന്തമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു അത്. ഈ ആൾക്കാർ മറ്റു ലോകത്തിൻ്റെ താല്പര്യങ്ങളിൽ നിന്നൊക്കെ മാറി ജീവിക്കുന്ന, സന്യാസ ചൈതന്യത്തിൽ ജീവിച്ചിരുന്ന കൂട്ടായ്മകൾ അവിടെ കുറേ കുടുംബങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള അനുമാനം. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് പോയി ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടം. 3 വർഷം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഓർക്കണം. ശിഷ്യന്മാർ ഈശോയുടെ കൂടെ എത്ര നാൾ താമസിച്ചു? 3 വർഷക്കാലം. അവരുടെ ജീവിതം 3 വർഷക്കാലമായിരുന്നു. അപ്പം അതേ രീതിയിൽ തന്നെയാണ് പൗലോസ്ലീഹായും തൻ്റെ ഔദ്യോഗിക ശുശ്രൂഷയ്ക്ക് മുൻപ് 3 വർഷക്കാലം ഇങ്ങനെ ഈ ക്രിസ്തീയ കൂട്ടായ്മയുടെ കൂട്ടത്തിൽ ആയിരുന്നു. വ്യക്തമാണോ? നമ്മൾ മാറ്റം വന്ന പൗലോസ്ലീഹായെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് മാറ്റം വന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? 1ാമത് നമ്മൾ പറഞ്ഞു ദമാസ്കസിൽ പ്രസംഗിച്ചു. 2ാമത് പറഞ്ഞു ഗലാത്യ ലേഖനത്തിൻ്റെ വെളിച്ചത്തിൽ
അദ്ദേഹം അറേബ്യയിൽ പോയി, ദമാസ്കസിൽ വന്നു, പിന്നെയും എവിടേക്ക് വന്നു? ജെറുസലേമിലേക്ക് വന്നു. ജെറുസലേമിലോട്ട് വന്നത് എന്തിനാ? എന്തോ എന്തിനാ? ഇത് ഞാൻ മുമ്പ് പറഞ്ഞത് പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു? ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്, ജീസസ് ഈസ് മെസ്സിയ, ജീസസ് ഈസ് റിസൺ. അതിൻ്റെ മലയാളമാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്, പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങൾ. ഇനി ഇതാണ് അറേബ്യയിൽ പോയെന്ന് പറയുന്നത്. നമുക്കറിയത്തില്ല, അത് ചിത്രം ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ വീടൊക്കെ കാണിച്ചാലല്ലേ ഒരു പഴമ തോന്നത്തുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് ചിത്രീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അറേബ്യയിൽ ആയിരുന്നു ഒരുക്കത്തിൻ്റെ കാലഘട്ടം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അത്രയും കാര്യങ്ങൾ വ്യക്തമായോ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒന്ന് രണ്ട് അനുഭവങ്ങളെ കുറിച്ച് കൂടെ കാണാം. പ്രസംഗമൊക്കെ പറയാൻ തുടങ്ങി, നല്ല മിടുക്കനായിട്ട് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതിസന്ധികൾ തുടങ്ങി. വചന ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പം എപ്പോഴും പ്രതിസന്ധി ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് നമുക്ക് മാത്രമല്ല, ഇത് പണ്ടുകാലത്ത് തുടങ്ങിയുള്ള ഒരു കാര്യമാണ്. വചന ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പം തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുക. പൗലോസ് ശ്ലീഹായ്ക്ക് ഉണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായം 19 തുടങ്ങി 25 വരെ വചനങ്ങൾ. ബൈബിളുള്ള എല്ലാവരും എടുക്കാവോ? അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായം 19 തുടങ്ങി 25 വരെയുള്ള വചനഭാഗങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായം 19, 25 നമുക്ക് വായിക്കാം. എന്താ സംഭവിച്ചെന്ന് മനസ്സിലായല്ലോ? ശക്തമായിട്ട് വചനം പറയാനായിട്ട് തുടങ്ങി. ശക്തമായിട്ട് വചനം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കുമാണ് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ പ്രതിബന്ധമാണ് 23-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കും. യഹൂദന്മാർ അവനെ കൊല്ലാൻ പദ്ധതിയിട്ടു. യഹൂദന്മാർ അവനെ കൊല്ലാൻ പദ്ധതിയിട്ടു. കാരണം അവർക്ക് മനസ്സിലായി, പിടിച്ചാൽ കിട്ടാത്ത വിധം ശക്തിയോടുകൂടെ വചനം പറയാനായിട്ട് സാവൂൾ തുടങ്ങി. ഇത്രയും കാലം പൂർവാധികം ശക്തിയോടെ, ഭയങ്കരമായിട്ടുള്ള അഭിനിവേശത്തോടെ, തീഷ്ണതയോടെ അവർക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടവന് മാറ്റം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവനെ പിടിച്ചാൽ കിട്ടുകയില്ലെന്ന്. അപ്പം അതുകൊണ്ടാണ് അവരവനെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. അപ്പം ഈ കാര്യത്തെക്കുറിച്ച് തിരിച്ചറിയുകയാണ് പൗലോസ്. അങ്ങനെ പൗലോസിനെ അവര് ഈ യഹൂദരുടെ കണ്ണിപ്പെടാതെ ഒരു കൊട്ടയിൽ ആക്കിയിട്ട് ഇറക്കി താഴെ വിടുന്നതാണ്. അങ്ങനെയാണ് കൊട്ടയിൽ ഇറങ്ങിയ പൗലോസ് എന്നുള്ള പ്രയോഗം വരുന്നത്. കൊട്ടയിൽ ഇറങ്ങിയ പൗലോസ്. സാധാരണ നമ്മൾ കൊട്ടയ്ക്കടിയിൽ കോഴിക്കുഞ്ഞിനെയാണ് ഇടാറുള്ളത്, ഇല്ലേ? പക്ഷെ ഇവിടെ പൗലോസിനെ കൊട്ടയിൽ ഇറക്കിയിരിക്കുകയാണ്. ഇത് സിനിമയിൽ ഇത് നല്ല രസകരമായിട്ടുള്ളൊരു ചിത്രീകരണമുണ്ട്, അദ്ദേഹത്തെ കൊട്ടയിൽ ഇറക്കുന്നതായിട്ട്. സമയമുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും അത് കാണാം. നല്ല രസകരമാണ്. അവരിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ യഹൂദരിങ്ങനെ പന്തം കൊളുത്തി പോകുന്നു, ഇവനെ തപ്പി നടക്കുക. ഒരു വലിയൊരു കെട്ടിടത്തിന് ചുറ്റും ഇങ്ങനെ തപ്പി നടക്കുന്ന സമയത്താണ് ഇവർക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ. കെട്ടിടത്തിന് പുറത്തിറങ്ങിയാൽ കാണുകയും ചെയ്യും. അപ്പോൾ ഇവരെന്നാ കാണിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടി ഒരു കൊട്ടയ്ക്കകത്ത് ആക്കി. നമ്മൾ ഇന്നലെ കണ്ട ചിത്രത്തിൽ ഒരു പെൺകുട്ടിയില്ലേ,
നമ്മൾ പറഞ്ഞല്ലോ റൂബൻ്റെ ഭാര്യ അവളും കൊണ്ട് ഈ കൂട്ടത്തിൽ അവരുടനെ ഈ കൊട്ടയ്ക്കകത്താക്കി ഇറക്കി താഴെ വിടുന്നുണ്ട്. പകുതി ഇറക്കി കഴിഞ്ഞപ്പോഴേക്കുമാണ് അതിൻ്റെ താഴെ കൂടെ യൂതന്മാർ കടന്നു പോകുന്നത്. ഉടനെ തന്നെ പകുതിയിൽ അവിടെ നിർത്തി, കൊട്ടയനക്കാതെ അവരിങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക. കൂട്ടത്തിൽ ബാർണബാസും അനനിയാസും ഒക്കെ ഉള്ളത്. ഭയങ്കര വെയിറ്റാണ് ഒന്നാമത് ഈ പൗലോസ്ലിഹായ്ക്കും. ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുക. അത് കഴിഞ്ഞ് അവരങ്ങ് കടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൊട്ട പൊടോന്ന് പറഞ്ഞ് താഴോട്ട് പോയി. എന്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പൗലോസ് കൊട്ടയ്ക്കകത്ത് നിന്ന് ചാടി എഴുന്നിട്ട് ഒറ്റ ഓട്ടമാണ്. അങ്ങനെ പൗലോസ് രക്ഷപ്പെടുന്നതായിട്ടാണ് നമുക്ക് ചിത്രീകരണത്തിലുള്ളത്. എന്തായാലും ഇങ്ങനെ കൊട്ടയിലിറങ്ങിയ പൗലോസ്, അതായത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം രക്ഷിക്കുന്ന ഒരു തമ്പുരാനെ കൂടെ നമ്മൾ കാണും കേട്ടോ. ഇനിയും ഉണ്ട് ധാരാളം അവസരങ്ങൾ. തടവറയിലാക്കപ്പെടുന്ന പൗലോസുണ്ട്. അവിടെ അന്നേരം ആശ്വാസം കിട്ടും, അവിടുന്ന് മോചനം കിട്ടുന്ന ധാരാളം അവസരങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുമുണ്ട്. ഇനി നമുക്ക് പൗലോസ്ലിഹായുടെ ജെറുസലേം സന്ദർശനത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാം. പൗലോസ്ലിഹായുടെ ജെറുസലേം സന്ദർശനമാണ്. ജെറുസലേം സന്ദർശനം അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 26-28. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിൻ്റെ 26-28. പൗലോസ്ലിഹ ജെറുസലേമിൽ ഇവിടെ നമ്മൾ കാണുകയാണ് പൗലോസ്ലിഹ ജെറുസലേമിൽ ചെന്നു. എപ്പോഴാണ് ജെറുസലേമിൽ ചെല്ലുന്നത്? എത്ര നാളുകൾക്ക് ശേഷമാണ്? 3 വർഷങ്ങൾക്ക് ശേഷം. 3 വർഷങ്ങൾക്ക് ശേഷം ജെറുസലേമിൽ ചെല്ലുന്നു എന്ന് എവിടെയാണ് നമ്മൾ കണ്ടത്? ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനത്തിൽ. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പറയുകയാണ്, അദ്ദേഹം ജെറുസലേമിൽ ചെന്നു. അപ്പസ്തോലന്മാരെ കാണാനൊക്കെ പരിശ്രമിക്കുകയാണ്. എല്ലാവർക്കും പേടിയാണ്. എന്നാ പേടിക്ക് കാരണം? തട്ടിപ്പ് പ്രസ്ഥാനം വല്ലതും ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പുള്ളി ചുമ്മാ മാറ്റമൊക്കെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടറിഞ്ഞ് വെച്ചിട്ട് നമ്മളെ പിടിച്ചുകൊണ്ട് പോകാനാണോന്ന് ആർക്കറിയാം? പലവിധ വിദ്യകൾ പുള്ളിയുടെ കയ്യിലുണ്ട്. മിട്ടുമിടുക്കനാന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അവരെല്ലാവരും ഭയപ്പെട്ടു പോയത്. അതുകൊണ്ട് വചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ജെറുസലേമിലെത്തിയപ്പോൾ ശിഷ്യരുടെ സംഘത്തിൽ ചേരാൻ അവൻ പരിശ്രമിച്ചു. എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു. കാരണം അവനൊരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല. അവർക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. പൗലോസ്ലിഹ കാര്യം ജെറുസലേമിൽ ചെന്ന് അവരുടെ അടുത്തൊക്കെ ചെല്ലണം എന്നൊക്കെ ആഗ്രഹിച്ചു. അവരെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ഇതാണ് അപ്പസ്തോലന്മാരുടെ ജെറുസലേമിലെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ പോയി കാണാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചത്. പക്ഷേ അവർക്ക് പേടി, അടുപ്പിക്കുകയില്ല എന്ത് ചെയ്താൽ. അന്നേരമാണ് നമ്മുടെ കൂട്ടുകാരൻ ബർന്നബാസ് വരുന്നത്. ബർന്നബാസ് നല്ലൊരു മനുഷ്യനാണ്. ബർന്നബാസിനെ കുറിച്ച് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ബർന്നബാസിനെ കുറിച്ച്. ബർന്നബാസ്, ആ പേരിൻ്റെ അർത്ഥം തന്നെ നല്ലതാണ്. ബർന്നബാസിൻ്റെ പേരിൻ്റെ അർത്ഥം ആശ്വാസത്തിൻ്റെ പുത്രൻ എന്നാണ്. ബർന്നബാസ് എന്ന പേരിൻ്റെ അർത്ഥം ആശ്വാസത്തിൻ്റെ പുത്രൻ. നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനം 9:27 ബർന്നബാസ്. അപ്പസ്തോല പ്രവർത്തനം 9:27 കാണുന്ന പേരാണ് ബർന്നബാസ്. ബർന്നബാസ് എന്ന പേരിൻ്റെ അർത്ഥം ആശ്വാസത്തിൻ്റെ പുത്രൻ, ദ സൺ ഓഫ് എൻകറേജ്മെന്റ്. സൺ ഓഫ് എൻകറേജ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ സൺ ഓഫ് റിലീഫ്, ആശ്വാസത്തിൻ്റെ പുത്രൻ. നോക്കണേ, പേരനർത്ഥമാക്കും വിധം ഇദ്ദേഹം കൂട്ടായ്മയിലുള്ളവരോട് ചെന്ന് പറയുക, ചേട്ടാ, ഇത് നമ്മുടെ പഴയ സാവൂള്, പീഡിപ്പിക്കുന്ന സാവൂളൊന്നും അല്ല. പുള്ളിക്കാരന് മാറ്റം വന്നേ. പ്രകാശമായ ഈശോയുടെ സ്പർശനം കിട്ടി, ദൈവീക സ്വരം കേട്ടു, അങ്ങനെ വലിയ മാറ്റമുണ്ടായി. അങ്ങനെ മാറ്റം വന്ന ഒരു വ്യക്തിയാണ് ഇത് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ധൈര്യം കൊടുത്തു. ധൈര്യത്തോടെ ഈ സാവൂളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് ഈ ബാർന്നബാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, ബാർന്നബാസ് അവനെ അപ്പസ്തോലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. സാവൂൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും. അപ്പൊ കണ്ടോ, കർത്താവ് ആരെയെ ദർശിച്ചത്? വീണ്ടും ഉത്തരം കൊടുക്കുക. ഇവിടെ നമ്മൾ 9:3 പറഞ്ഞത് വീണ്ടും വ്യക്തമാക്കപ്പെടുക, വെളിവാക്കപ്പെടുക. കർത്താവിനെയാ കണ്ടത്. കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും. ഡിവൈൻ വോയിസ് ഇല്ലേ?
നമ്മൾ പണ്ട് പറഞ്ഞായിരുന്നു ഡിവൈൻ വോയിസ്, കർത്താവിനെ ദർശിച്ചതും അവിടുത്തെ കേട്ടതും സംസാരിച്ചതും. ദമാസ്കസിൽ വെച്ച് യേശുവിന്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബാർന്നബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു. അനന്തരം സാവൂൾ അവരോടൊപ്പം ജെറുസലേമിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഗ്രീക്കുകാരോടും അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവരാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഈ വിവരം അറിഞ്ഞ സഹോദരന്മാർ അവനെ കേസറിയായിൽ കൊണ്ടുവന്ന് താർസൂസിലേക്ക് അയച്ചു. അതാണ് പൗലോസ് ഇങ്ങനെ ജെറുസലേമിൽ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴും ആൾക്കാരെ എതിർപ്പായി തുടങ്ങി. മുമ്പ് എതിർപ്പ് എവിടെയായിരുന്നു നമ്മൾ കണ്ടത്? ദമാസ്കസിന്റെ പ്രദേശങ്ങളിലുള്ള എതിർപ്പിനെ കുറിച്ച് കണ്ടു. വീണ്ടും ഈ ജെറുസലേമിലും അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള എതിർപ്പ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ എതിർപ്പുകളുടെ ഇടയിലും പൗലോസ്ലീഹ നല്ലതുപോലെ തന്നെ സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ളതാണ്. ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചു. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് പിന്നെ അപ്പസ്തോല പ്രവർത്തനത്തിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ഏകദേശം ഒരു അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ 11-ാമത്തെ അധ്യായത്തിൻ്റെ 19 തുടങ്ങി പൗലോസ്ലീഹ അന്ത്യോക്യയിൽ ചെല്ലുന്നതാണ്. അപ്പസ്തോല പ്രവർത്തനം 11, 19, 26. അപ്പസ്തോല പ്രവർത്തനം 11, 19, 26. പൗലോസ്ലീഹ അന്ത്യോക്യയിൽ. ഇവിടെ നമ്മൾ കാണുകയാണ് പൗലോസ്ലീഹ അന്ത്യോക്യയിൽ എത്തുകയാണ്. അന്ത്യോക്യയിൽ എത്തുമ്പം എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളെ കഴിഞ്ഞ ദിവസം വരെ എങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്? ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവര്. അപ്പസ്തോല പ്രവർത്തനം 9:2 വെളിച്ചത്തിലാണ് നമ്മൾ പറഞ്ഞതില്ലേ? ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവർ എന്നായിരുന്നു ഇത്രയും കാലം നമ്മളെ വിളിച്ചിരുന്നത്. ഫോളോവേഴ്സ് ഓഫ് ദ വേ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു മാർഗം പിന്തുടരുന്നവര്. നമ്മുടെ പേര് മാറാൻ പോവുക കേട്ടോ. അതായത് ഇത്രയും കാലം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും വിളിച്ചിരുന്ന പേര് ക്രിസ്തു മാർഗത്തിൽ ചരിച്ചവർ എന്നായിരുന്നു. അവിടെ എന്നാ വായിക്കുന്നേ? മനസ്സിലായോ? ആദ്യകാലത്ത് നമ്മളെ വിളിച്ചിരുന്നത് ക്രിസ്തു മാർഗത്തിൽ ചരിച്ചിരുന്നവർ എന്നായിരുന്നു.
അതാണ് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 9:2 നമ്മൾ കാണുന്നത്. നമുക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് വന്നത് ഇവിടെ വെച്ചാണ്. ഞാൻ ഇന്നലെ കാണിച്ചു, ഹേ ഹോദോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി കാണിച്ചു, വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു. നമ്മളെ ഇപ്പോൾ വിളിക്കുന്നത് ക്രിസ്ത്യാനോസ്, ക്രിസ്ത്യാനികൾ എന്ന ഒരു പേരാണ്, ക്രിസ്ത്യാനികൾ. അതിൻ്റെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒന്ന്, അവൻ്റെ മാർഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അവൻ പഠിപ്പിച്ച ചില വഴികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്. ഈ കൂട്ടായ്മയെ യഹൂദന്മാർ എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ അനുയായികളെ ഒരുമിച്ച് വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ എന്ന്, ക്രിസ്ത്യൻസ്. അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ വിളിച്ചേനെ ഫോളോവേഴ്സ് ഓഫ് ദ വേ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു മാർഗം പിന്തുടരുന്നവരെ. ഇപ്പം ഈ വാക്ക് വന്നതുകൊണ്ട് നമുക്ക് ക്രിസ്ത്യാനികൾ എന്ന് നമ്മളെ വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ വരെ നമ്മളെ എന്തെന്ന് വിളിക്കുന്നത്? ക്രിസ്ത്യാനികൾ, ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ ചരിക്കുന്നവർ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരായിട്ട് ഇട്ടുകൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആണ് ഇതിൻ്റെ കേന്ദ്രബിന്ദു എന്നുള്ളത് കൊണ്ടാണ്. അതങ്ങനെ ഒരു ശൈലിയാണ്. അതായത് ഓരോ ആൾക്കാരുടെയും പേരിനോട് ചേർത്താണ് അവരുടെ പ്രസ്ഥാനങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അപ്പം അങ്ങനെ ക്രൈസ്റ്റിൻ്റെ ആൾക്കാർ ക്രിസ്ത്യൻസ് ആയിട്ട് മാറി എന്നുള്ളതാണ്. അത് അന്ത്യോക്യയിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അന്ത്യോക്യയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. 2 അന്ത്യോക്യയുണ്ട്. ഇനി ഇച്ചിരൂടെ കഴിയുമ്പോൾ നമ്മൾ പൗലോസ്ലീഹായുടെ ലേഖനത്തിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ കാണും 2 അന്ത്യോക്യയുണ്ട്. സിറിയയിലും ഒരു അന്ത്യോക്യയുണ്ട്, തുർക്കിയിലും ഒരു അന്ത്യോക്യ ഉണ്ട്. ഇന്നലെ നമ്മൾ 2 രാജ്യങ്ങൾ കണ്ടത് ഓർക്കുന്നുണ്ട് ഇല്ലേ? സിറിയ കണ്ടായിരുന്നു, അതുപോലെ തന്നെ തുർക്കിയും കണ്ടായിരുന്നു ഇല്ലേ? തുർക്കിയിലും ഉണ്ടൊരു അന്ത്യോക്യ, സിറിയയിലും ഉണ്ടൊരു അന്ത്യോക്യ. 2 അന്ത്യോക്യയും പ്രധാനപ്പെട്ടത് തന്നെയാണ്. എങ്കിലും കൂടുതൽ പ്രധാനപ്പെട്ടത് സിറിയയിലെ അന്ത്യോക്യയാണ്. അതിൻ്റെ കാരണമുണ്ട്, ഞാൻ പിന്നീട് പറയാം. പൗലോസ്ലീഹ തൻ്റെ യാത്രകളെല്ലാം ആരംഭിക്കുന്നത് സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നാണ്. അവിടെയാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടതും. അതൊരു സെൻറ്ററായിരുന്നു സിറിയയിലെ അന്ത്യോക്യ എന്ന് പറയുന്നത്. അത്രയും ആമുഖമായിട്ട് പറഞ്ഞിട്ട് ഇടവേളയ്ക്ക് സമയമായി. എപ്പോഴാണ് നമുക്ക് നമ്മുടെ ടൈം ടേബിളുകൾ എങ്ങനെയാണ് ഇനിയിപ്പം? എന്തോ ഒരു 5 മിനിറ്റ് ബ്രേക്ക്. ആയിക്കോട്ടെ, നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇച്ചിരി കപ്പലിൽ കയറി യാത്ര ചെയ്യാനുണ്ട്. ഒരു 5 മിനിറ്റ് വെറുതെ ഒരു ഇടവേള എന്ന് മാത്രമേ ഉള്ളൂ. താർസോസ് ഈ അദ്ദേഹത്തെ അങ്ങോട്ട് അപ്പുറത്തോട്ട് വിട്ടിരിക്കുമായിരുന്നല്ലോ. താർസോസിലേക്ക് വിട്ടെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞില്ലായിരുന്നോ? മറ്റുള്ളവർ കൊല്ലാനായിട്ട് ആഗ്രഹിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തെ എങ്ങോട്ട് വിട്ടെന്നാ പറഞ്ഞത്? താർസോസിലോട്ട് വിട്ടായിരുന്നു. അപ്പം അന്ത്യോക്യയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാർണബാസ് പോയി അദ്ദേഹത്തെ എന്തോ അതെ അതിനിടയിൽ കുറച്ച് ഭാഗമുണ്ട്, സംശയിച്ചേക്കരുത്. നമ്മൾ കുറച്ച് ഭാഗങ്ങൾ വിട്ടുകളഞ്ഞു. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പൗലോസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. പത്രോസ്ലിഹായും കൊർന്നോലിയൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പത്രോസിനെ ഇപ്പം വേണ്ടാത്തത് കൊണ്ടാണ് കുറച്ച് ഭാഗം ഞാൻ വിട്ടേച്ചിട്ട് ഇപ്പുറത്തോട്ട് വന്നത്. അവിടുന്ന് താർസൂസിലേക്ക് വിട്ടു. അദ്ദേഹം താർസൂസിലാണ്. അപ്പം അതുകൊണ്ട് ഇദ്ദേഹം അന്ത്യോക്യയിൽ നിന്ന് എവിടേക്ക് പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഞാൻ ഇന്നലെ കാണിച്ച മാപ്പിൽ നോക്കാം. ഇത് കണ്ടോ, താർസോസും അന്ത്യോക്യയും തമ്മിൽ അത്രയും ദൂരമേ ഉള്ളൂ. ജെറുസലേം ഇങ്ങ് താഴെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് ഇടവേള.